നമ്മളെ തലസ്ഥാനത്തെ തീപിടുത്താണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചാ വിഷയം. തുമ്പയിലെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ സംഭരണ യന്ത്രത്തിലാണ് തീപിടുത്തുണ്ടായത്. സംഭവം മൊത്തം കത്തിപ്പോയി. വിഷയത്തിൽ ആദ്യം തന്നെ ചാടി വീണ് നമ്മളെ പ്രതിപക്ഷ നേതാവ് സതീശൻ. ഈ തീപിടുത്തത്തിൽ വലിയ ദുരൂഹതയുണ്ട്. സതീശേട്ടാ, ദുരൂഹതയുണ്ടെന്ന് നിങ്ങൾ പറയുന്നതല്ലാതെ തെളിവെന്തെങ്കിലും ഉണ്ടോ? കാരണം അന്വേഷണം ലോകായുക്ത നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് കാലത്ത് വാങ്ങിച്ച മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ. അല്ല, ഈ തീപിടുത്തൊക്കെ സാധാരണ ഉള്ളതല്ലേ, അതിനിങ്ങനെ ആരോപണമൊക്കെ ഉന്നയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോ ഈ സർക്കാരിന്റെ സ്ഥിരം പരിപാടിയാണ്. നേരത്തെ സെക്രട്ടേറിയറ്റിൽ NIA യും ED ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ പ്രോട്ടോകോൾ ഓഫീസിന് തീപിടിച്ചു, കുറെ സാധനങ്ങൾ കത്തി നശിച്ചു. ഇപ്പോ അഴിമതി ക്യാമറയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ തീപിടുത്തമുണ്ടായി. അങ്ങനെയാവട്ടെ, വസ്തുക്കളെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം അശുദ്ധമാകുന്നതേയില്ല. അത് എന്താണ് ആ സ്ഥാപനം? ഇങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിലുണ്ടോ? അതെ, ഇങ്ങനൊരു സ്ഥാപനം കേരളത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്തായാലും സാധനം കയ്യിൽ നിന്ന് പോയി. തീപിടുത്തത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതന്നെ ഒരു സമാധാനം. എന്തായാലും അന്വേഷിച്ച് സംഭവം കണ്ടെത്തട്ടെ, ഇത്രേ നമുക്ക് പറയാനുള്ളൂ. ഈ ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ രാഹുൽ ഗാന്ധി ട്രക്കിലാണ് പോയത്. എല്ലാം നേരിട്ട് അറിയണം എന്നാണ് മൂപ്പര ആഗ്രഹം. ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡിലേക്കായിരുന്നു യാത്ര. ഞാനും കൂടി പോന്നോട്ടെ. എങ്ങോട്ട്? അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടം വരെ പോണു അവിടം വരെ. ഡ്രൈവർമാരെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പ്രതിവിധിയെ കുറിച്ചൊക്കെ ഓരോട് ചോദിച്ചു എന്നാണ് മൂപ്പര് പറഞ്ഞത്. എത്ര കാലമായി ഈ കമ്പനിയിൽ? 4-5 കൊല്ലമായി. തനിക്ക് എന്നാ വേണം? അല്ല, ഇവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് തൃപ്തനല്ല എന്ന് പറയണം. പറഞ്ഞ പരിഹാരം ഉണ്ടാക്കാം. അല്ല, മൂപ്പര് മുമ്പ് ഇതുപോലെ തമിഴ്നാട്ടിൽ പോയപ്പോൾ ചെയ്തത് നമ്മൾ കണ്ടാണല്ലോ. ഇവർക്കൊന്നും എത്തില്ലെങ്കിലും സംഭവം വലിയ ചർച്ചയായി. ഇതൊന്നല്ല, വേറൊരു പഹരുണ്ട്. എന്ത് കിട്ടിയാലും വാങ്ങുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, പേര് സുരേഷ് കുമാർ. കൈക്കൂലിയാണ് മൂപ്പര് മെയിൻ. എല്ലാം ഉണ്ടോടെ? ഉണ്ട് സാറേ. സാറേ, ഇതെന്താടേ? ക്ലാക്കാ? ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഗിഫ്റ്റാ സാറേ, ഇതിവിടെ ഇരിക്കട്ടെ. കൈക്കൂലി ഇല്ലാണ്ട് മൂപ്പര് ഒരു പരിപാടിക്ക് നിൽക്കൂല. ആകെ പ്രശ്നമായല്ലോ സാറേ. ATPO സാറാണെങ്കിൽ ആള് കടുകട്ടിയ നിയമം വിട്ട് ഒരു കളിക്ക് നിൽക്കുന്ന ആളല്ല. മൂപ്പരടുത്തുനിന്ന് പിടിച്ചത് എന്താന്ന് അറിഞ്ഞ നിങ്ങള്? അത് അറിഞ്ഞാൽ തന്നെ നിങ്ങൾ മൂക്കത്ത് വിരൽ വെക്കും. പടക്കം, തേന്, കുടംപുളി ഒന്നും പറയണ്ട. പക്ഷെ ഈ പടക്കം എന്തിനാന്നാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അല്ല, സംഭവത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ശക്തമായി രംഗത്തെത്തിന്. എങ്ങനെ അഴിമതി നടത്താമെന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ചിലര് നമ്മുടെ സർവീസ് മേഖലയിലുണ്ട് എന്നത് ഗൗരവമായി തന്നെ കാണും. പവിത്രമായ ദേവസാന്നിധ്യങ്ങൾ പോലും ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. എന്തായാലും കൈക്കൂലിക്കാരൊക്കെ ഇങ്ങനെ തയച്ചു വളരാനല്ല, ഇതിനെതിരെ ശക്തമായി നടപടി ഉണ്ടാകുന്ന മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. നമുക്ക് നോക്കാം. അപ്പൊ ശരി, കാണാം.